അല്ലിപ്പൊളി കണ്ണൂർ പട്ടുവത്തു നിന്ന് തന്നെ മറ്റൊരു പാമ്പുകടിയുടെ വാർത്ത കൂടി വരുന്നുണ്ട്. കണ്ണൂർ പട്ടുവത്ത് വയോധികയ്ക്ക് പാമ്പുകടിയേറ്റു. കാവുങ്കൽ സ്വദേശി നാരായണിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് വീടിനു സമീപത്തു നിന്ന് ചകിരി ശേഖരിക്കുന്നതിനിടെയാണ് കടിയേറ്റത്. ഗൂഗിൾ കെ വേണുഗോപാലുണ്ട്. ഗൂഗിൾ കുറച്ചു മുമ്പാണ് നബീസ എന്ന് പറയുന്ന 75-കാരി മരിച്ചത്. ഈ പട്ടുവം പ്രദേശത്ത് തന്നെയാണ്. ആ പ്രദേശത്തിനടുത്ത് തന്നെയാണെന്ന് കരുതുന്നു. മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? അനിൽ, ജസ്ന, ഇന്ന് വൈകിട്ടാണ് കാവുങ്കലിലെ തളിപ്പറമ്പിനടുത്തുള്ള പട്ടുവത്തെ കാവുങ്കലിലെ നമ്പർ 1 നാരായണിക്ക് പാമ്പ് കടിയേറ്റത്. വെള്ളിക്കെട്ടൻ എന്ന പാമ്പാണ് കടിച്ചത് എന്നാണ് ഇവരെ പ്രവേശിപ്പിച്ച പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇതേ പ്രദേശത്ത് നിന്ന് പട്ടുവത്തിനടുത്തുള്ള മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നഫീസ എന്ന് പറയുന്ന വയോധികയെ പാമ്പ് കടിക്കുകയും അവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അവരിന്ന് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മുതുകുട എന്ന് പറയുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്തു തന്നെ വരുന്ന സ്ഥലമാണ് കാവുങ്കൽ എന്ന് പറയുന്ന പ്രദേശവും. അവിടെ നിന്നാണ് നാരായണി എന്ന് പറയുന്ന വയോധികയെ പാമ്പ് കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശ്രദ്ധേയമായ ഒരു കാര്യം, നഫീസയെ കടിച്ച പാമ്പ് തന്നെയാണ് ഈ നാരായണിയെ കടിച്ചത് എന്നുള്ളതാണ്. നാരായണിയെ പെരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാരായണി ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ആന്റിവനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പെരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത് ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്. നാരായണി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അനിൽ, രസ്ന. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പട്ടുവത്ത് തന്നെയാണ് ഈ രണ്ടുപേരെ, നവീസയുടെ ജീവനെടുത്ത അതേ പാമ്പ് തന്നെയാണ് ഇപ്പോൾ നാരായണിയെയും കടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിദാരുണമായ സംഭവം. ആ പ്രദേശത്തൊക്കെ തന്നെ സർപ്പാസ്കോഡോ അല്ലെങ്കിൽ മറ്റ് സംഘങ്ങളോ ഒക്കെ തന്നെ വലിയ രീതിയിൽ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത ജനങ്ങളും ഇക്കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. അവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇതാണ് അവസ്ഥ എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.